ചവിട്ടിക്കൂട്ടി കുഴിയിലേക്ക് താത്തിയ മൃതശരീരത്തിൻ്റെ മേലേക്ക് 2 തട്ടിൽ ഇഷ്ടിക ഇടക്കി അതിനുശേഷം മണ്ണിട്ട് മൂടി ഇയാൾ അതിന് മുകളിൽ അടുപ്പ് സ്ഥാപിച്ചു. അത് പഴയ അടുപ്പാണെന്ന് സ്ഥാപിക്കാൻ അതിന് ചുറ്റും ചാരം വാരി വിതറി. അതിനുശേഷം ഇയാൾ പോകുന്നത് പൊന്മുടി ജലാശയത്തിലേക്കാണ്. അടുത്താണ്, പണിക്കൻകുടിക്ക് അടുത്താണ് പൊന്മുടി ജലാശയം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതിനോട് ചേർന്നുള്ള ഒരു അരുവിയിൽ ഇയാൾ ഇവരുടെ തുണിയൊക്കെ ഒഴുക്കി വിട്ടു. അതിനുശേഷം ഇയാൾ വീട്ടിൽ വരുന്നു. അടുക്കള പഴയ സ്ഥിതിയിലേക്കാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തികളൊക്കെ ചെയ്യുന്നു. ഈ സമയത്ത് ഈ സിന്ധുവിനൊപ്പമാണ് മകൻ താമസിച്ചിരുന്നതെന്ന് നമ്മൾ പറഞ്ഞു, 12 വയസ്സുള്ള മകൻ. ഇയാൾ മുൻകൂട്ടി നിശ്ചയിച്ച ഒരു ക്രൈമായിരുന്നു ഇത്. അതുപ്രകാരം ഈ സിന്ധുവിൻ്റെ 12 വയസ്സുള്ള മകനെ ഈ ബിനോയുടെ സഹോദരിയുടെ വീട്ടിലേക്ക് അയക്കുന്നു. ഈ ബിനോയുടെ സഹോദരിയുടെ ഭർത്താവ് നേരത്തെ മരണപ്പെട്ടതാണ്. അപ്പോൾ അവിടെ കൂട്ടുകിടക്കാൻ ആരുമില്ല, അതുകൊണ്ട് നീ അവിടെ പോയി കിടന്നുകൊള്ളൂ എന്ന് പറഞ്ഞാണ് ഈ മകനെ അങ്ങോട്ടേക്ക് വിടുന്നത്. അങ്ങനെ ആരുമില്ലാത്ത സമയത്ത് ഈ കുറ്റകൃത്യം നടത്തുന്നു. രാവിലെ ഈ സിന്ധുവിൻ്റെ മകൻ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ അമ്മയെ അന്വേഷിക്കുന്നു. അമ്മ പുല്ലരിയാൻ പോയിരിക്കുകയാണെന്നാണ് ഇയാൾ മകനോട് ആദ്യം പറയുന്നത്. പുല്ലരിയാൻ പോയ അമ്മയെ കാണുന്നില്ല. ഈ സമയം തന്നെ ഈ മകന് നേരത്തെ ഒരു അപകടം പറ്റി ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നതാണ്. അപ്പോൾ ഈ 12-ാം തീയതി തന്നെ മകനുമായി പോയി ആശുപത്രിയിൽ പോകുന്നു. അമ്മയെക്കുറിച്ച് ചോദിക്കുന്നില്ല.